ആ ഗീതേ, ആ മഴയൊന്നും ഇല്ലേ നിങ്ങളുടെ നാട്ടിലോട്ടൊന്നും? മഴ ഉരുണ്ടുകൂടി വരും, ഉരുണ്ടോ? എന്നിട്ട് അങ്ങ് പോകും. അങ്ങനെ ഉരുണ്ടു തന്നെ. മഴ ഉരുണ്ടല്ല പിന്നെ എന്നെ പരന്നു വരുമോ? അത് ശരിയാ, ആ പരന്നു വരില്ല. എന്നാ ചോദിച്ചാൽ എമ്പൂരാനിട്ട് 10-24 വെട്ട് കിട്ടി. അയ്യോ, എന്നിട്ടോ? എന്നിട്ട് എൻ്റെ ദൈവമേ, എന്നിട്ട് 24 വെട്ടോ? 74 വെട്ട് കിട്ടി. ആഹാ, ഈശ്വരാ. അല്ല, ഈ തമ്പുരാൻ ഏതാ? എൻ്റെ ദൈവമേ, നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേ? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ വെട്ടി 24 വെട്ടുണ്ടെന്നോ? അതാ ചോദിച്ചേ. എമ്പൂരാന്ന് പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നാലും എനിക്ക് ആളെ മനസ്സിലായില്ല. ഒരു സിനിമയാ. സിനിമയോ? സിനിമയിലുള്ള ആളാണോ എമ്പുരാൻ? തമ്പുരാൻ? തമ്പുരാനൊന്നുമല്ല, നിനക്ക് എന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞാൽ സിനിമയുടെ പേരാ. ആണോ? അത് അല്ല, ഈ സിനിമയാണെ പിന്നെ ഇത് വെട്ടിന്ന് പറഞ്ഞത്? വെട്ടിന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയോ എനിക്കും അത് കൂടുതൽ മനസ്സിലായിട്ടില്ല. മൊത്തം വെട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് 24 വെട്ട് കിട്ടി. അതുകൊണ്ട് നീളം കുറഞ്ഞു പോയിരുന്നു. വെട്ടി സിനിമക്കിട്ടോ? സിനിമക്കിട്ട് വെട്ടിയോ? ആ സിനിമക്കിട്ട് വെട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ നീളം കുറഞ്ഞു പോയി. പടത്തിൻ്റെ നീളം കുറഞ്ഞെന്നോ? ആഹാ, ഇതെനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇല്ലേ? എമ്പുരാനെ വെട്ടി 24 വെട്ടി, പടത്തിന്റെ നീളം. അപ്പോൾ സിനിമയിൽ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളുണ്ടായിരിക്കും, അത് വെട്ടിക്കളയാന്ന് പറഞ്ഞ കട്ട് ചെയ്ത് കളയാന്ന് പറയും. അങ്ങനെ എന്തോ സംഭവിച്ചേക്കണേ. അല്ലാണ്ട് എനിക്കതേപ്പറ്റി കൂടുതൽ പറയാൻ ഞാൻ ആളല്ല, എനിക്കറിയാൻ പറ്റില്ല. ഇങ്ങനെ കേട്ടു. പിന്നെ പത്രത്തിലുണ്ട് ഇങ്ങനെ എമ്പുരാനിട്ട് വെട്ട് കിട്ടിയെന്നോ. ഇത് അറിയാൻ മേലാത്ത പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു? അല്ല, നീനെ കേട്ടപ്പോൾ എന്തെങ്കിലും പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ഓർത്ത് തമ്പുരാനെ, ഈ എമ്പുരാനെ വെട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഇനി ആരെങ്കിലും ആണോ എന്താന്ന് പേടിച്ചു പോയല്ലോ. നീ ആ സാറിന്റെ വെട്ടിട്ട് 24 വെട്ടൊക്കെ വെട്ടി കിട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഈ ഒരു വണ്ടി ഇതൊന്നും പ്രശ്നമല്ല. 24 വെട്ടല്ല, 100 വെട്ട് വെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എമ്പുരാൻ സിനിമയല്ലേ, അത് ഓടിക്കോളും. അതൊക്കെ നല്ല കഥയൊക്കെ ആണെങ്കിൽ ആൾക്കാർ കാണുകയും ചെയ്യും. വെട്ടിയിട്ടെന്നെ കാര്യം, ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കണത് അതല്ലേ, ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ നമ്മൾ കണ്ടവാനൊന്നും എടുക്കണ്ട. ആരുടെയും പേരോ കീരോ എന്തെങ്കിലും അതിനെ രസിക്കാം. അങ്ങനെ കാര്യം. അങ്ങനെ അത് നടന്ന സംഭവമൊന്നും അല്ല. ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടങ്ങ് ഇറങ്ങണം. അതിൻ്റെ വെട്ടുപോ കുത്തോ അങ്ങനെ ഒരു വിനോദം. ഒരു 2-2.5 മണിക്കൂർ ഇരുന്ന് ആസ്വദിക്കാനുള്ള കാര്യം. അല്ലാണ്ട് അതിനകത്ത് വലിയ കഴമ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആൾക്കാരൊന്നിനും സംഭവിക്കില്ല. പറഞ്ഞിട്ടുള്ള കാര്യം. ഞാനും ഓർത്ത് എമ്പുരാനെ വെട്ടിയിരുന്നപ്പോൾ ആദ്യം ഞാൻ ഓർത്ത് എന്നതാ അത് പറയുന്നത്. ഏതായാലും വന്നു കഴിയുമ്പോൾ തിയേറ്ററിൽ പോയി കാണാം, അന്നേരം അറിയാം നമുക്ക് അത് എവിടെ വെട്ടിയേ, ഇനി കാലിനിട്ടാണോ കൈക്കിട്ടാണോ എന്നൊക്കെ. അല്ലേ? കാലിന് കൈക്കിട്ടുന്നല്ല വെട്ടിയെ. അതിൻ്റെ അടുത്ത തിയേറ്ററിൽ എവിടെയെങ്കിലും വന്നാൽ പോയി നോക്കണം, എന്നാലും അറിയാം. ഞാനും അങ്ങനെ ഓർത്തോണ്ടിരിക്കണേ, എനിക്ക് കാണണം. അത് ഇത്രയും കൂടുതലൊക്കെ ആയല്ലോ വെട്ടിന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് കാണുക വേണം. പോലുള്ള ആൾക്കാർ അറിയാൻ മേലാത്തവർ എമ്പുരാനെ വെട്ടിയെന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ? അപ്പോൾ അതെന്താണെന്ന് അറിയണമല്ലോ. നീ ഓർത്ത് തമ്പുരാനെ വെട്ടിയെന്നോ? തമ്പുരാനെ വെട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ അപ്പം തമ്പുരാനെന്നൊക്കെ ആദ്യം മനസ്സിൽ വിചാരിച്ചു. ഇപ്പം അല്ലേ മനസ്സിലായി എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. എമ്പുരാൻ സിനിമയാ, അത് നമ്മുടെ ലാലേട്ടൻ്റെ പടമെന്ന് പറയണേ. അത് ഓടിക്കോളൂ. ലാലേട്ടൻ്റെ പടമല്ല, അതൊക്കെ റെക്കോർഡ് ചേർത്ത് പേരിച്ച് ഓടിക്കൊണ്ടിരിക്കും, ഓടുകയും ചെയ്യും. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ എവിടെയെങ്കിലും മൂലയിലും മുക്കിലിരുന്നിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഓടാനുള്ള ഓടിയിരിക്കും. അല്ലാണ്ട് നമ്മളതേപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും കാര്യം. ഏതെങ്കിലും ഒരു സിനിമ എവിടെയെങ്കിലും ഇറങ്ങുമ്പോഴത്തേനും അതേ ചൊല്ലി ഓരോന്നോരോന്നും എന്തെങ്കിലും പറയണ്ട. മനുഷ്യന്മാർ ഇങ്ങനെ വെറുതെ ഇരിക്കുക, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്ത് പടം ഇറങ്ങി ഇങ്ങനെ വരാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പണ്ട് കാലത്ത് പടം ഇറങ്ങിയ ജീപ്പയിലൊക്കെ ഇങ്ങനെ അനൗൺസ്മെന്റ് ഉണ്ടാവും. പിന്നെ തിയേറ്ററിൽ സിനിമ 1-ാം വാരം 2-ാം വാരം 3-ാം വാരം, അല്ലാണ്ട് വെട്ടിയൊന്നും കുറിച്ചൊന്നും നമ്മൾ കേൾക്കുന്നില്ല. അത് സിനിമ വെട്ടുണ്ടോ കുത്തുണ്ടോ എന്നൊക്കെ ചെന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും. വേറെ നീ എവിടെ പോകാൻ ഇറങ്ങിയാ? ഞാൻ എവിടെയും പോകുന്നൊന്നുമില്ല. ഇല്ലേ? പണിയുണ്ട്. ഉണ്ടോ? പുള്ളിക്കാരനെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. പുള്ളിക്കാരനെ കണ്ടിട്ട് വല്ല വിശേഷമുണ്ടോ? ഇല്ല, എന്നാലും പുള്ളിക്കാരനോട് ഈ കാര്യം പറയാൻ വേണ്ടി ഇരിക്കുക. 100 അടുത്തൂടെ കൊണ്ടു കിടക്കും എമ്പുരാനെ വെട്ടിയെന്നും പറഞ്ഞ്. പുള്ളിക്കാരെ എല്ലാം ഒരു ഇതിലാക്കും, എന്താ ഏതാന്ന് പറയാതെ. കാര്യം വിശദാക്കി പറയില്ല, വെട്ടിന്ന് പറയും. എന്നതാ ആർക്കിട്ടാന്ന് കരുതിയിട്ടേ നാട്ടുകാരെ എല്ലാം ഇളക്കും. പുള്ളി അങ്ങനെ പറയുള്ളൂ, കാര്യം പറയില്ല അല്ലേ? കാര്യം പറയില്ല.